റെക്ടാങ്കിൾസ്, ചതുരങ്ങളിലെ സൂചക സംഖ്യകൾ. സാധാരണയായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഈ ഒരു ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണിത്. നമുക്കൊരു റെക്ടാങ്കിൾ തരും, ഒരു ചതുരം തരും. അതിലെ എൻ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേർട്ടീസസ്, മൂലകൾ, അതിൻ്റെ സൂചക സംഖ്യ എഴുതാൻ പറയും, കോർഡിനേറ്റ്സ് എഴുതാൻ പറയും. അപ്പോൾ രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒന്ന്, നമ്മളെ കോർഡിനേറ്റ് ആക്സിസ് വരച്ചിട്ട് പോയിന്റ്സ് എഴുതാൻ പറയും, അല്ല എങ്കിൽ വരയ്ക്കാതെ എഴുതാൻ പറയും. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത്, ഇവിടെ ചോദിക്കുക കോർഡിനേറ്റ്സ് ഓഫ് വേർട്ടീസസ് ഓഫ് റെക്ടാങ്കിൾസ് ബൈ ഡ്രോയിങ് കോർഡിനേറ്റ് ആക്സിസ്. സൂചകാക്ഷങ്ങൾ വരച്ചിട്ട് റെക്ടാങ്കിളിന്റെ, ചതുരത്തിന്റെ വേർട്ടീസസിന്റെ കോർഡിനേറ്റ്സ് എഴുതാൻ പറയും. അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് ഓഫ് വേർട്ടീസസ് ഓഫ് റെക്ടാങ്കിൾസ് ബൈ വിത്തൗട്ട് ഡ്രോയിങ് കോർഡിനേറ്റ് ആക്സിസ്. കോർഡിനേറ്റ് ആക്സിസ് വരയ്ക്കാതെ ആ ഒരു തന്നിരിക്കുന്ന റെക്ടാങ്കിളിന്റെ വേർട്ടീസസിന്റെ കോർഡിനേറ്റ്സ് എഴുതാനും പറയും. ഈ രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം പേജ് നമ്പർ 131. ഫിഗർ നോക്കുക. വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ കോർണേഴ്സ് ഓഫ് ദ ടു റെക്ടാങ്കിൾസ്? രണ്ട് ചതുരങ്ങളുടെ മൂലകളുടെ സൂചക സംഖ്യകൾ ഏതെല്ലാമാണ്? നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ബിക്കോസ് നമുക്ക് ഈ രണ്ട് റെക്ടാങ്കിൾസും തന്നിരിക്കുന്നത് കോർഡിനേറ്റ് പ്ലെയിനിലാണ്. സോ ആ പോയിന്റ്സ് നോക്കിയിട്ട് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ഫിഗറിൽ തന്നെ തൽക്കാലം മാർക്ക് ചെയ്യാം. ഈ പോയിന്റ്, ഇതിൻ്റെ കോർഡിനേറ്റ്സ്, അതായത് ഈ ഒരു ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്ത റെക്ടാങ്കിളിൻ്റെ കോർഡിനേറ്റ് വേർട്ടീസസ് എന്ന് പറഞ്ഞാൽ ഈ 4 ആണല്ലോ. സോ അതിൻ്റെ കോർഡിനേറ്റ്സ് എഴുതാം. വാട്ട് അബൌട്ട് ദ കോർഡിനേറ്റ്സ് ഓഫ് ദിസ് പോയിന്റ്? നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ പോയിന്റ് എക്സ് ആക്സിസിലോ വൈ ആക്സിസിലോ ഉള്ളതാണോ എന്ന് നോക്കുക. നമുക്ക് കാണാം ഈ പോയിന്റ് എക്സ് ആക്സിസിലുള്ള ഹൊറിസോണ്ടൽ ലൈനാണ്. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്. എക്സ് ആക്സിസിലെ പോയിന്റ്സിന്റെ പ്രത്യേകത എന്താണ്? വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. എക്സ് കോർഡിനേറ്റ് അത് തന്നെ -4, വൈ കോർഡിനേറ്റ് 0. ഓക്കെ, ഇനി ഈ പോയിന്റിന്റെ ഇവിടെ നിങ്ങൾ എന്താ കാണുന്നത്? ഈ ഒരു ലൈൻ എന്ന് പറയുന്നത്, ഇതാണ് ഈ റെക്ടാങ്കിളുടെ പ്രത്യേകത. ഓക്കെ, ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് വൈ ആക്സിസിന് പാരലൽ ആണ്. വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള പോയിന്റ്സിന്റെയൊക്കെ എക്സ് കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ലൈനിൽ നിന്ന്, ഈ പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ എക്സ് ആക്സിസിലേക്ക് വരച്ചിട്ടുണ്ട്, വൈ ആക്സിസിലേക്ക് വരച്ചിട്ടുണ്ട്. അപ്പൊ എക്സ് കോർഡിനേറ്റ് എന്താണ്? -4. വൈ കോർഡിനേറ്റ് എന്താണ്? -2. ഓക്കെ, ഇനി വാട്ട് അബൌട്ട് ദ കോർഡിനേറ്റ്സ് ഓഫ് ദിസ് പോയിന്റ്? ദിസ് പോയിന്റ് ഈസ് ഓൺ വൈ ആക്സിസ്. സോ അതിന്റെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും, വൈ കോർഡിനേറ്റ് ആ പോയിന്റ് -2. ഇനി ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്താണ്? ഇത് ഒറിജിൻ ആണ്. സോ ഒറിജിന്റെ കോർഡിനേറ്റ്സ് നമുക്കറിയാം 0, 0. ഇനി ഇങ്ങോട്ടേക്ക് പോകാം. ഇവിടെ നമുക്കൊരു പോയിന്റ് ഉണ്ട്. സോ ആ പോയിന്റ് നമ്മുടെ ആ ഒരു പേർപ്പിൾ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റെക്ടാങ്കിൾ, അവിടെ ഈ പോയിന്റ്, ഈ ഒരു വേർട്ടെക്സ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. സോ ഇതിന്റെ കോർഡിനേറ്റ്സ് 4, 0. ഇനി വാട്ട് അബൌട്ട് ദ കോർഡിനേറ്റ്സ് ഓഫ് ദിസ് പോയിന്റ്? എക്സ് ആക്സിസിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് 4ഉം വൈ ആക്സിസിലേക്ക് കണക്ട് ചെയ്തത് 2 ആണ്. സോ ഇതിന്റെ കോർഡിനേറ്റ്സ് എന്താ? 4, 2. ഇനി വാട്ട് അബൌട്ട് ദ കോർഡിനേറ്റ്സ് ഓഫ് ദിസ് പോയിന്റ്? This point is on y-axis. Y-axisലെ പോയിന്റ് ആണ്. That means its x coordinate is 0. Y coordinate ആ പോയിന്റ് തന്നെ. സോ ഈ ഒരു പ്രോബ്ലത്തിൽ വളരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല, കാരണം നമുക്ക് ഓൾറെഡി ആ പോയിന്റ്സ് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. റെക്ടാങ്കിളിന്റെ കേസിൽ സൈഡ്സ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ നമുക്ക് ഈസി ആയിട്ട് പോയിന്റ്സ് എഴുതാൻ പറ്റും. എന്നാൽ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഈ ലൈൻ ഏത് സൈഡ്സ് റെക്ടാങ്കിൾ വരയ്ക്കുന്ന സമയത്ത് റെക്ടാങ്കിളിന്റെ 2 സൈഡ്സ് പാരലൽ ടു എക്സ് ആക്സിസും 2 സൈഡ്സ് പാരലൽ ടു വൈ ആക്സിസും ആയിരിക്കും. അപ്പൊ പാരലൽ ടു എക്സ് ആക്സിസിന്റെ വൈ കോർഡിനേറ്റ്സ് ഈക്വൽ ആയിട്ട് എഴുതണം, പാരലൽ ടു വൈ ആക്സിസിന്റെ എക്സ് കോർഡിനേറ്റ്സ് ഈക്വൽ ആയിട്ട് എഴുതണം. ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം പേജ് നമ്പർ 131. ഫിഗർ ശ്രദ്ധിക്കുക. വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ കോർണേഴ്സ് ഓഫ് ദ ടു റെക്ടാങ്കിൾസ്? രണ്ട് ചതുരങ്ങളുടെ മൂലകളുടെ സൂചക സംഖ്യകൾ എന്തെല്ലാമാണ്? ഇവിടെ നമുക്ക് 2 റെക്ടാങ്കിൾസ് ഉണ്ട്. ഒന്ന് ബ്ലൂ കളർ കൊണ്ട് ഷെയ്ഡ് ചെയ്ത റെക്ടാങ്കിൾ, മറ്റൊന്ന് പേർപ്പിൾ കളർ കൊണ്ട് ഷെയ്ഡ് ചെയ്ത റെക്ടാങ്കിൾ. സോ നമുക്ക് ആദ്യം ബ്ലൂ കളർ കൊണ്ട് ഷെയ്ഡ് ചെയ്ത റെക്ടാങ്കിളിന്റെ വേർട്ടീസസ് എഴുതാം. ഈ ഒരു
വെർട്ടിസ്, ഈ ഒരു വോർട്ടെക്സിന്റെ കോർഡിനേറ്റ്സ് എന്താണ്? ഒറിജിൻ ആണ്, ആണല്ലോ. സോ കോർഡിനേറ്റ്സ് എന്ത് വരും? 0 0. ഓക്കെ. ഇനി രണ്ടാമത്തെ വോർട്ടെക്സ് ആയ ഇതിന്റെ കോർഡിനേറ്റ്സ് എന്താണ്? ഇത് എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്, ഹൊറിസോണ്ടൽ ലൈനിലെ പോയിന്റ് ആണ്. ദാറ്റ് മീൻസ് ദിസ് ഇസ് എ പോയിന്റ് ഓൺ എക്സ് ആക്സിസ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് വൈ കോർഡിനേറ്റ് 0 ആണ്. അപ്പൊ എന്ത് വരും? 4 0 എന്ന് വരും. ഓക്കെ. ഇനി what about the coordinates of this point? This point is on y axis. That means its x coordinate is 0. x സൂചക സംഖ്യ 0 ആയിരിക്കും. y കോർഡിനേറ്റ് എന്താണ്? 2. ഓക്കെ. ഇനി ഈ പോയിന്റ്, ഇത് ഈ രണ്ട് റെക്ടാങ്കിളിന്റെയും കോമൺ പോയിന്റ് ആണ്, ആണല്ലോ. സോ അതിന്റെ കോർഡിനേറ്റ്സ് ഇതിൽ നിന്ന് വന്ന പെർപെൻഡിക്കുലർ നോക്കുക. എക്സ് ആക്സിസുമായിട്ട് കണക്ട് ചെയ്ത പെർപെൻഡിക്കുലർ 4 ആണ്. ഈ റെക്ടാങ്കിൾ ആണെങ്കിലാണ് ഈ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ. സോ 4 വന്നു, ഇവിടെ 2 വന്നു. ദാറ്റ് മീൻസ് ഇറ്റ്സ് കോർഡിനേറ്റ്സ് 4 2. ഇനി ഇതിന്റെ നേരെ പാരലൽ ആയിട്ടുള്ളതിലേക്ക് പോവാം. ഇത് എക്സ് ആക്സിസുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. അപ്പൊ എക്സ് ആക്സിസുമായിട്ട് കണക്ട് ചെയ്ത് ഒരു പെർപെൻഡിക്കുലർ വരച്ചു നോക്കൂ. എവിടെ തട്ടും? 8 എന്ന് പറഞ്ഞ പോയിന്റിലാണ് അത് മീറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് അതിന്റെ എക്സ് കോർഡിനേറ്റ് 8 ആണ്. ഇനി ഈ പോയിന്റിനെ വൈ ആക്സിസുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ലൈൻ നമുക്ക് ഇങ്ങനെ സങ്കല്പിക്കാം. അതെവിടെയാണ്? 2ലാണ്. സോ ഇതിന്റെ കോർഡിനേറ്റ്സ് 2 8 2. ഇനി വാട്ട് അബൌട്ട് ദ കോർഡിനേറ്റ്സ് ഓഫ് ദിസ് പോയിന്റ്? ഇത് ഒരേ ലൈനിലെ പോയിന്റ് ആണ്. ആ ലൈൻ വൈ ആക്സിസിന് പാരലാണ്. സോ എക്സ് കോർഡിനേറ്റ്സ് എന്തായിരിക്കണം? സെയിം ആയിരിക്കും, എല്ലാം 8 ആയിരിക്കും. അപ്പം ഇവിടെ 8. ഇനി വൈ കോർഡിനേറ്റ് എന്താണ്? ഈ പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ നേരെ വൈ ആക്സിസിലേക്ക് വരച്ചു നോക്കുക. അപ്പൊ എവിടെ പോയിന്റ്, ഏത് പോയിന്റിൽ മീറ്റ് ചെയ്യും? 4. സോ ഇതിന്റെ കോർഡിനേറ്റ്സ് 4. ഓക്കെ. ഇനി ലാസ്റ്റ് വേർട്ടെക്സ്. വാട്ട് അബൌട്ട് ദ കോർഡിനേറ്റ്സ് ഓഫ് ദിസ് പോയിന്റ്? ഇതിനെ എക്സ് ആക്സിസുമായിട്ട് കണക്ട് ചെയ്യും. പെർപെൻഡിക്കുലർ വരച്ചാൽ അത് 4ൽ മീറ്റ് ചെയ്യും. വൈ ആക്സിസുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ അത് 4ൽ മീറ്റ് ചെയ്യും. സോ ദ കോർഡിനേറ്റ്സ് ഓഫ് ദിസ് പോയിന്റ് ഇസ് 4 4. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 2 പേജ് നമ്പർ 135. 135 പേജിലെ എക്സസൈസിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ അതർ 3 വേർട്ടീസസ് ഓഫ് ദ റെക്ടാങ്കിൾ ബിലോ. തന്നിരിക്കുന്ന ചിത്രം ശ്രദ്ധിക്കുക. ഒരു റെക്ടാങ്കിൾ കാണാം. അതില് ഒരു റെക്ടാങ്കിളിന് നമുക്കറിയാം 4 വേർട്ടീസസ് ഉണ്ട്. അതിൽ ഒരു വേർട്ടെക്സിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ചിത്രത്തിലെ ചതുരത്തിന്റെ മറ്റു 3 മൂലകളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു വേർട്ടെക്സ് തരും, എന്നിട്ട് മറ്റുള്ള, കാരണം ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം നേരത്തെ കണ്ട പ്രോബ്ലംസിലെ പോലെ എക്സ് ആക്സിസിലെ പോയിന്റ്സ് ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല, വൈ ആക്സിസിലും പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് ഈ 4 വേർട്ടെക്സിന്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. ഇവിടെ ഓൾറെഡി 1 തന്നിട്ടുണ്ട്, അപ്പൊ അത് വെച്ച് തുടങ്ങണം. ഇവിടെ ഒരു പോയിന്റ്, നമുക്ക് ആ 4 വേർട്ടീസസ് ഒന്ന് മാർക്ക് ചെയ്യാം. ഒരു പോയിന്റ് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും, കാരണം അത് ഒറിജിൻ ആണ്. സോ അതിന്റെ കോർഡിനേറ്റ്സ് എന്താണ്? 0 0. ഓക്കെ. ഇനി നമുക്ക് ഈ ഒരു വേർട്ടെക്സിൽ നമ്മൾ എപ്പോഴും തന്നിരിക്കുന്നത് ഒറിജിൻ ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം മാർക്ക് ചെയ്തത്. ഒറിജിൻ അല്ല തരുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും തന്നിരിക്കുന്ന പോയിന്റിൽ നിന്ന് തുടങ്ങണം. ഓക്കെ. അപ്പൊ തന്നിരിക്കുന്ന പോയിന്റിന്റെ നേരെ താഴെയുള്ള പോയിന്റ് എടുക്കുക. ഓക്കെ. ഈ ലൈൻ കൺസിഡർ ചെയ്യും. ഈ ലൈന് നിങ്ങൾക്കറിയാം, ഇത് കാണുമ്പോൾ ഇത് പാരലൽ ടു വൈ ആക്സിസ് ആണ്, ആണല്ലോ. വൈ ആക്സിസിന് പാരലൽ ആണ് ഈ ലൈൻ. വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈനിന്റെ എക്സ് കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും. ഇതിന്റെ എക്സ് കോർഡിനേറ്റ് 4 ആണെങ്കിൽ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് എന്ത് തന്നെയാണ്? 4 ആണ്. ഇനി വാട്ട് അബൌട്ട് വൈ കോർഡിനേറ്റ്? നിങ്ങൾക്ക് കാണാം ഈ പോയിന്റ് എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്. അപ്പോൾ അതിന്റെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ നമുക്ക് ആ കോർഡിനേറ്റ്സ് കിട്ടി. ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് ഇതാണ്. ഈ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് തന്ന പോയിന്റ് തന്നെ നോക്കാം. ഓക്കെ. ഈ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. അപ്പോൾ അതിന്റെ വൈ കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും. സോ ഈ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് ഈ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് എന്താണ്? സെയിം ആണ്. അപ്പൊ അത് എത്രയാണ്? 3. ഇനി എക്സ് കോർഡിനേറ്റ് എന്താ? ഈ പോയിന്റ് എവിടെയുള്ളത്? വൈ ആക്സിസിലാണ്. അപ്പോൾ അതിന്റെ എക്സ് കോർഡിനേറ്റ് 0. സോ നമുക്ക് ആൻസർ എഴുതാം. ഏതൊക്കെയാണ് മറ്റുള്ള 3 വേർട്ടീസസ്? അത് ഏത് ഓർഡറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. 0 3 0 0 4 0 എന്നതാണ് ആൻസർ.
Textbook exercise question number 3, page number 135. 135 പേജിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സസൈസിൽ തന്നിരിക്കുന്ന മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. In the rectangle shown below, the sides are parallel to the axis and the origin is the midpoint. ചുവടെയുള്ള ചിത്രത്തിലെ ചതുരത്തിന്റെ വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമാണ്. അതായത് ഈ രണ്ട് സൈഡും എക്സ് ആക്സിസിന് പാരലലാണ്, ഈ രണ്ട് സൈഡും വൈ ആക്സിസിന് പാരലലാണ്. ആധാരബിന്ദു എന്ന് പറഞ്ഞ ഒറിജിൻ, ഈ നടുവിലത്തെ ആ പോയിന്റ്, അത് ചതുരത്തിന്റെ മധ്യബിന്ദുവാണ്. ഈ രണ്ട് ഭാഗത്തിന്റെ സെന്ററിലെ പോയിന്റാണ്, മിഡ് പോയിന്റാണ്. വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ അതർ 3 vertices? ചതുരത്തിന്റെ മറ്റു 3 മൂലകളുടെ സൂചക സംഖ്യകൾ എന്താണ്? അപ്പൊ നേരത്തെ പോലെ അത്ര ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് വേണ്ടത് ഇവിടുത്തെ പോയിന്റും ഇവിടുത്തെ പോയിന്റും ഇവിടുത്തെ പോയിന്റുമാണ്. അപ്പൊ നമുക്കിവിടെ തന്നിട്ടുണ്ട് എന്താണ് ഇത് എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്, മധ്യബിന്ദുവാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസിന്റെ മിഡ് പോയിന്റ് ആണ് ഇത്. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരവും ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരവും സെയിം ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ നോക്കാം. അതേപോലെ തന്നെ ഈ ഒരു സൈഡ് എടുക്കുവാണെങ്കിലും ഈ ഒരു പോയിന്റ്, ഈ വൈ ആക്സിസിൽ ഈ രണ്ട് പോയിന്റ്സിന്റെയും മിഡ് പോയിന്റ് ആണ് ഇത്. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇനി ഇതിന്റെ കോർഡിനേറ്റ്സ് എഴുതാൻ നമുക്ക് ഈസിയാണ്. കാരണം എന്താ, നമ്മൾ ആദ്യം എഴുതുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇത് എഴുതാതെ ഇതിന്റെ കോർഡിനേറ്റ്സ് എഴുതാൻ നോക്കുക. എക്സ് ആക്സിസിലും വൈ ആക്സിസിലുള്ള പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് എഴുതാൻ നോക്കുക. ഓക്കെ, സോ എക്സ് ആക്സിസിലുള്ള പോയിന്റ്സിന്റെയൊക്കെ വൈ കോർഡിനേറ്റ് 0 ആണെന്ന് നമുക്കറിയാം. അതായത് ഈ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് 0 ആണ്. അതിന് എക്സ് കോർഡിനേറ്റ് എന്താണ്? ഈ ലൈൻ വൈ ആക്സിസിന് പാരലലാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എക്സ് കോർഡിനേറ്റ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതിന്റെ നേരെയുള്ള ഈ ഒരു ലൈനിലെ മറ്റൊരു പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് 3 ആണെങ്കിൽ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് എന്ത് തന്നെയാണ്? 3 ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റും എന്ത് തന്നെയാണ്? 3. ഇനി വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് ഇത് മിഡ് പോയിന്റ് ആണ്. അതായത് ഈ രണ്ട് പോയിന്റ്സിന്റെ മിഡ് പോയിന്റ് ആണ് ഇതുവരെ. അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം എത്രയാണ്? എത്ര വ്യത്യാസം വന്നു? എക്സ് കോർഡിനേറ്റ്സ് സെയിം ആണ്. വൈ കോർഡിനേറ്റ്സിന്റെ ഡിഫറൻസ് എത്ര വന്നു? 2 യൂണിറ്റ് മുകളിലേക്ക് വന്നു. അപ്പൊ ഇങ്ങോട്ടേക്കുള്ള താഴെയാണെങ്കിലോ 2 യൂണിറ്റ് താഴേക്ക് പോകണം. അപ്പൊ ഇവിടെ 2 0 വന്നാൽ ഈ പോയിന്റ് എന്തായിരിക്കണം? -2. മനസ്സിലാവുന്നുണ്ടോ? ഇനി നേരെ ഇങ്ങോട്ടേക്ക് പോകാം. അതിനു മുമ്പ് ആദ്യം എന്ത് എഴുതാം? ഇവിടുത്തെ കോർഡിനേറ്റ്സ് എഴുതാം. ഈ പോയിന്റും എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്. സോ അതിന്റെ വൈ കോർഡിനേറ്റ് 0 ആണ്. ഇനി എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം നിങ്ങൾക്കറിയാം 3 ആണ് ആണല്ലോ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം എന്ത് തന്നെയായിരിക്കണം? 3 ആയിരിക്കണം. പക്ഷെ ഇത് നെഗറ്റീവ് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ -3. അപ്പോൾ ഈ പോയിന്റ് -30 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ദിസ് പോയിന്റ്? ഈ ലൈൻ വൈ ആക്സിസിന് പാരലലാണ്. സോ ഈ ലൈനിലെ പോയിന്റ്സിന്റെ ഒക്കെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇത് -3 ആണെങ്കിൽ ഇതും എന്താണ്? -3. വാട്ട് അബൌട്ട് വൈ കോർഡിനേറ്റ്? ഈ ലൈൻ എടുക്കുക. ഈ ലൈൻ എക്സ് ആക്സിസിന് പാരലലാണ്. സോ വൈ കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും. അപ്പൊ ഇതിന്റെ വൈ കോർഡിനേറ്റ് -2 ആണെങ്കിൽ ഇതിന്റെ വൈ കോർഡിനേറ്റ് എന്താണ്? -2 ആണ്. ഓക്കെ, ഇനി ഇങ്ങോട്ടേക്ക് പോവുക. എക്സ് കോർഡിനേറ്റ്സ് എല്ലാത്തിന്റെയും സെയിം ആയിരിക്കണം ഈ ലൈനില്. സോ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് -3 തന്നെ. വാട്ട് അബൌട്ട് വൈ കോർഡിനേറ്റ്? വൈ കോർഡിനേറ്റ് നോക്കാൻ ഇതിലേക്ക് പോകണം. ഓക്കെ, ഇതില് ഈ ഒരു ലൈൻ എക്സ് ആക്സിസിന് പാരലലാണ്. സോ അതിന്റെ വൈ കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കണം. ഇതിന്റെ വൈ കോർഡിനേറ്റ് 2 ആണെങ്കിൽ ഇതിന്റെ വൈ കോർഡിനേറ്റും എന്ത് തന്നെയായിരിക്കണം? 2 ആയിരിക്കണം. സോ നമുക്ക് 4 പോയിന്റ്സും കണ്ടുപിടിച്ചു കഴിഞ്ഞു. നമുക്ക് തന്ന പോയിന്റ് 3 2 ആണ്. സോ മറ്റുള്ള 3 വെർട്ടീസസിന്റെയും കോർഡിനേറ്റ്സ് ഒന്ന് -3 2
രണ്ടാമത്തത് -3 -2, മൂന്നാമത്തത് 3 -2. ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം പേജ് നമ്പർ 139. ഒരു റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് വേർട്ടീസസ് തന്നിട്ടുണ്ട്. In the above rectangle, sides are parallel to the axis. ഈ രണ്ട് സൈഡും x ആക്സിസിന് പാരലൽ ആണ്, ഈ രണ്ട് സൈഡും y ആക്സിസിന് പാരലൽ ആണ്. ഓക്കെ, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ അതർ ടു വേർട്ടീസസ്. മുകളിലത്തെ ചതുരത്തിൽ വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമാണ്. ഇതിന്റെ മറ്റു രണ്ട് മൂലകളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. സോ നമുക്ക് ഈ തന്നിരിക്കുന്ന ഫിഗറിൽ തന്നെ മാർക്ക് ചെയ്യാം. തന്നിരിക്കുന്ന പോയിന്റുമായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ നോക്കുക. ഈ പോയിന്റിന്റെ നേരെ താഴെയുള്ള പോയിന്റാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യാൻ പോകുന്നത്. അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഈ ലൈൻ എന്ന് പറയുന്നത് ഏത് ആക്സിസിന് പാരലലാണ്? കുത്തനെയുള്ള ലൈനാണെങ്കിൽ y ആക്സിസിന് പാരലലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ് കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും. അപ്പൊ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് ഈ ലൈനിലെ മറ്റൊരു പോയിന്റ് ആണ് 2, 3. അതിന്റെ എക്സ് കോർഡിനേറ്റ് 2 ആണെങ്കിൽ ഈ പോയിന്റിന്റെയും എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കണം? 2 ആയിരിക്കും. ഓക്കെ, ഇനി y കോർഡിനേറ്റ് നോക്കണമെങ്കിൽ നമ്മൾ നേരെയുള്ള ഈ പോയിന്റ് കൺസിഡർ ചെയ്യണം. ഈ ലൈൻ എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് പാരലലാണ്. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈനിന്റെ y കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും. സോ ഇത് 1 ആണെങ്കിൽ ഇതും എന്ത് തന്നെയായിരിക്കണം? 1 ആയിരിക്കും. ഓക്കെ, സോ ഇതിന്റെ കോർഡിനേറ്റ്സ് കിട്ടി. ഇനി നേരെ ഇങ്ങോട്ടേക്ക് പോവാം. 7, 1 ഇവിടെ. ഈ പോയിന്റ് എന്താണ്? ഈ ലൈൻ പാരലൽ ടു ദിസ് ലൈൻ ഇസ് പാരലൽ ടു y ആക്സിസ് ആണ്. സോ എക്സ് കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ 7. ഇനി ഇതിന്റെ y കോർഡിനേറ്റ് എന്താ? അതിന് വേണ്ടിയിട്ട് y കോർഡിനേറ്റ് കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻ എടുക്കുക. എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കുമ്പോൾ y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻ എടുക്കുക. അപ്പൊ ഇവിടെ നമുക്ക് കാണേണ്ടത് y കോർഡിനേറ്റ് ആണ്. അപ്പൊ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ആ പോയിന്റ് ഉള്ള ലൈൻ എടുക്കുക. അതേതാണ്? ഇതാണ്. അപ്പോൾ ഇതിന്റെ y കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും. ഏതാ വരിക? 3. സോ ഏതൊക്കെയാണ് മറ്റ് രണ്ട് പോയിന്റ്സ്? 2, 1 ആൻഡ് 7, 3. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 1, പേജ് നമ്പർ 139. All rectangles below have sides parallel to the axis. Find the coordinates of the remaining vertices of each. ചുവടെയുള്ള ചതുരങ്ങളുടെ എല്ലാം വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമാണ്. ഓരോ ചതുരത്തിന്റെയും മറ്റു രണ്ട് മൂലകളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. നമുക്ക് ആദ്യം തന്ന റെക്ടാങ്കിൾ ഈ ബ്ലൂ കളറിൽ ഷെയ്ഡ് ചെയ്ത റെക്ടാങ്കിൾ ആണ്. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് ഇതിന്റെ സൈഡ്സ് എന്ന് പറഞ്ഞ കോർഡിനേറ്റ് ആക്സിസിന് പാരലൽ ആണ്. ഓക്കെ, സോ ഈ രണ്ട് സൈഡ്സും എക്സ് ആക്സിസിന് പാരലും ഈ രണ്ട് സൈഡ്സും y ആക്സിസിന് പാരലും. അപ്പൊ നമുക്ക് ഏത് പോയിന്റ് വേണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഈ രണ്ട് പോയിന്റ്സിന്റെയും കോർഡിനേറ്റ്സ് ആണ്. ഏത് പോയിന്റ് വേണമെങ്കിൽ നമുക്ക് ആദ്യം എടുക്കാം. ഈ ഒരു പോയിന്റ് എടുക്കുവാണെങ്കിൽ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈനാണിത്. y കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും. y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈനാണിത്. അതിന്റെ എക്സ് കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും. ഇത് y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈനാണ്. എക്സ് കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും. -2 തന്നെ വരും. ഇത് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈനാണ്. സോ y കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും. സോ 4. അടുത്ത റെക്ടാങ്കിൾ കാണാം. പർപ്പിൾ കളറിൽ ഷെയ്ഡ് ചെയ്ത റെക്ടാങ്കിൾ നോക്കാം. രണ്ടാമത്തെ റെക്ടാങ്കിൾ നമുക്ക് ഈ രണ്ട് പോയിന്റ്സിന്റെയും കോർഡിനേറ്റ്സ് എഴുതണം. ഇത് y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈനാണ്. സോ എക്സ് കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും. y കോർഡിനേറ്റ് കാണാൻ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ആ പോയിന്റ് ഉള്ള ലൈൻ നോക്കുക. അതിതാണ്. അതിന്റെ y കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും. ഓക്കെ, ഇനി ഇത് എക്സ് കോർഡിനേറ്റ് ആദ്യം എഴുതണം. സോ y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ആ പോയിന്റ് ഉള്ള ലൈൻ കൺസിഡർ ചെയ്യുക. അതിന്റെ എക്സ് കോർഡിനേറ്റ്സ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. y കോർഡിനേറ്റ് കാണാൻ ആ പോയിന്റ് ഉള്ള എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻ എടുക്കാം. സോ അതിന്റെ y കോർഡിനേറ്റ്സ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇത് -2 വന്നാൽ ഇത് -2. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇതോ മൂന്നാമത്തെ റെക്ടാങ്കിൾ -1, 3 ആണ് ഒരു വേർട്ടക്സ്. അതിന്റെ ഓപ്പോസിറ്റ് വേർട്ടക്സ് 2, 6 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ദി കോർഡിനേറ്റ്സ് ഓഫ് ദിസ് പോയിന്റ്? ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ y കോർഡിനേറ്റ് സെയിം. അപ്പോൾ 3.
ഇതെടുക്കുകയാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് സെയിം 2. ഇനി ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ആദ്യം എക്സ് കോർഡിനേറ്റ് എഴുതാൻ വൈ ആക്സിസിന് പാരലായിട്ടുള്ള ലൈൻ എടുക്കാം, ഇത്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് -1 ആണെങ്കിൽ ഇവിടെ -1, വൈ കോർഡിനേറ്റ് 6. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 2, പേജ് നമ്പർ 139. Without drawing coordinate axis, mark each pair of points below with left, right, top, bottom position correct. Find the other coordinates of the rectangles drawn with these as opposite vertices and sides parallel to the axis. അക്ഷങ്ങൾ വരയ്ക്കാതെ ചുവടെ പറഞ്ഞിരിക്കുന്ന ബിന്ദുക്കളുടെ ജോഡികൾ ഇടത്, വലത്, മേൽ, കീഴ് സ്ഥാനങ്ങൾ ശരിയായി അടയാളപ്പെടുത്തുക. വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമായും ഈ ബിന്ദുക്കൾ എതിർമൂലകളായും വരയ്ക്കുന്ന ചതുരങ്ങളുടെ മറ്റു മൂലകളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കും. ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഈ 2 പോയിന്റ്സും ഓപ്പോസിറ്റ് വേർട്ടീസസുകളാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. കോർഡിനേറ്റ് ആക്സിസ് വരയ്ക്കാനും പാടില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? എക്സ് കോർഡിനേറ്റ്സ് നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന 2 പോയിന്റ്സിന്റെയും എക്സ് കോർഡിനേറ്റ്സ് എടുക്കുക. ഓക്കെ, എക്സ് കോർഡിനേറ്റ് എടുക്കുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യേണ്ട വേർഡ് ഉണ്ട്, ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്. ഓക്കെ, എക്സ് കോർഡിനേറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ എന്തെടുക്കുക? ലെഫ്റ്റ്, റൈറ്റ്. വൈ കോർഡിനേറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ബാക്കി എന്താ ഉള്ളത്? ടോപ്പ്, ബോട്ടം എന്ന പേരും കണക്ട് ചെയ്യും. ഓക്കെ, ഇനി എക്സ് കോർഡിനേറ്റ്സ് നോക്ക്. ഒന്നിൽ 3, മറ്റതിൽ 7. നിങ്ങൾ നോക്കേണ്ടത് ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ചെറുത് ഏതാണെന്നാണ്. ഏതാ ചെറുത്? 3. അപ്പൊ എക്സ് കോർഡിനേറ്റ് വരുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ലെഫ്റ്റ്, റൈറ്റ് ആണ്. ചെറുത് 3 ആണെങ്കിൽ അതിന്റെ പേരെന്ത് കൊടുക്കുക? ലെഫ്റ്റ് കൊടുക്കണം. ചെറുതിനാണ് ലെഫ്റ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ വലുതേതായിരിക്കും? റൈറ്റ്. ഓക്കെ, അപ്പൊ എക്സ് കോർഡിനേറ്റ് കൺസിഡർ ചെയ്തിട്ട് ലെഫ്റ്റ് പൊസിഷനാണോ റൈറ്റ് പൊസിഷനാണോ എന്ന് നോക്കുക. ചെറിയ നമ്പറിന് ലെഫ്റ്റ് എന്ന് കൊടുക്കുക, ഇടതെന്ന് കൊടുക്കുക. വലിയ നമ്പറിന് റൈറ്റ് അഥവാ വലത് എന്ന് കൊടുക്കുക. ഇനി വൈ കോർഡിനേറ്റ് ഏതൊക്കെയാണ്? വൈ കോർഡിനേറ്റ്സ് 2 പോയിന്റ്സിന്റെ വൈ കോർഡിനേറ്റ്സ് എടുക്കുക. ഒന്നിൽ 5, മറ്റതിൽ 8. ഈ 2 ചെറുത് ഏതാണ്? 5 ആണ് ചെറുത്. ചെറുതിന് കൊടുക്കേണ്ടത് ബോട്ടം ആണ്. അപ്പോൾ വലുതിന് എന്തായിരിക്കും? ടോപ്പ്. മനസ്സിലായി? ഇതാണ് ഏറ്റവും ഈസി മെത്തേഡ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റ് 3, 5ന്റെ പേര് എന്താവും? ലെഫ്റ്റ്, ബോട്ടം. ഓക്കെ, 7, 8ന്റെ പേര് എന്താവും? റൈറ്റ്, ടോപ്പ്. ഇടത് കീഴെ, വലത് മേലെ. ഓക്കെ, ഇനി നമുക്കൊന്നുമില്ല, നമുക്കൊരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. നല്ല നീറ്റായിട്ട് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഏത് മെഷർമെന്റ് ഒന്നും എടുക്കേണ്ട കാര്യം തന്നെയില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. അതിന്റെ ഡിസ്റ്റൻസോ ഒന്നും നമ്മളോട് നോക്കാൻ പറഞ്ഞില്ല. ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പം ഒരു റെക്റ്റാങ്കിൾ അങ്ങ് വരയ്ക്കും. കറക്റ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ സെറ്റ് സ്ക്വയർ ഒക്കെ യൂസ് ചെയ്യാം. 90 ഡിഗ്രി വരയ്ക്കണമെങ്കിൽ പ്രൊട്രാക്ടർ യൂസ് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. അല്ല സ്കെയിൽ ഉപയോഗിച്ച് നീറ്റായിട്ട് വരയ്ക്കാൻ പറ്റുന്നവർ അങ്ങനെ ആയാലും വരയ്ക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഈ തന്ന പോയിന്റ്സ് മാർക്ക് ചെയ്യണം. ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇടതുഭാഗം എന്ന് പറയുമ്പോൾ ഈ ഭാഗങ്ങളാണ് വരുന്നത്. അവിടെ ബോട്ടം അടിയിൽ എന്ന് പറയുന്നത് ഈ പോയിന്റ്. ഇതിന്റെ കോർഡിനേറ്റ്സ് 3, 5. ഓക്കെ, ഇതിന്റെ കോർഡിനേറ്റ്സ് 3, 5. ഇനി റൈറ്റ് ടോപ്പ്, വലതുവശത്ത് ടോപ്പ് മുകളിൽ, അതേതാണ്? ഇത്. അതിന്റെ കോർഡിനേറ്റ്സ് 7, 8. 2 ഓപ്പോസിറ്റ് വേർട്ടീസസ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി 2 കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ പ്രാക്ടീസ് ചെയ്തതാണ്. അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള 2 വേർട്ടീസസുകളും കണ്ടുപിടിക്കാം. ആദ്യത്തത്
ഈ വെർട്ടെക്സ് എടുക്കാം, ഇതിന്റെ കോർഡിനേറ്റ്സ്. ഇനി കണ്ടുപിടിക്കാൻ ഈസിയാണ്. അപ്പോൾ എന്ത് ചെയ്യാം, അതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ എക്സ് കോർഡിനേറ്റ് ആദ്യം എഴുതുക. അപ്പോൾ വൈ ആക്സിസിന് പാരലായിട്ടുള്ള ലൈൻ എടുക്കുക. അപ്പോൾ അതിന്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ 3. ഇനി വൈ കോർഡിനേറ്റ്, അപ്പോൾ ഇത് ഇവിടെ എക്സ് കോർഡിനേറ്റ് എടുക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് വൈ കോർഡിനേറ്റ് 8. ഓക്കെ. ഇനി ഇതിന്റെയോ എക്സ് കോർഡിനേറ്റ് എവിടെ എടുക്കും, വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ളത് എക്സ് കോർഡിനേറ്റ് ഇവിടെ എടുക്കുമ്പോൾ വൈ കോർഡിനേറ്റ് ഇപ്പുറത്തത്. 7, 5. സോ ഏതൊക്കെയാണ് ഓപ്പോസിറ്റ് വെർട്ടീസസ്? 3, 8 7, 5 ആണ് ആൻസർ. അടുത്ത 2 പോയിന്റ്സ് നമുക്ക് തന്നിരിക്കുന്നത് 6, 2 5, 4 ആണ്. സോ ഇതിന്റെ പൊസിഷൻ എന്താണെന്ന് കറക്റ്റ് അറിയണം. അപ്പൊ ആദ്യം എക്സ് കോർഡിനേറ്റ്സ് എടുക്കാം. തന്നിരിക്കുന്ന 2 പോയിന്റ്സിന്റെയും എക്സ് കോർഡിനേറ്റ്സ് ഇതൊക്കെ ലെഫ്റ്റ് സൈഡിൽ ചെയ്ത് നോക്കിയാലും മതി, ഇങ്ങനെ തന്നെ എഴുതണമെന്നൊന്നുമില്ല. ഒന്ന് 6ഉം രണ്ടാമത്തെ പോയിന്റിന്റെ 5. ചെറുത് ഏതാണ്? 5 ആണ് ചെറുത്. അപ്പോൾ ഇതിനെന്ത് പേര് കൊടുക്കും? ലെഫ്റ്റ്. ഇത് ലെഫ്റ്റ് ആണെങ്കിൽ മറ്റേ പോയിന്റ് എന്താ? റൈറ്റ്. ഓക്കെ. ഇനി വൈ കോർഡിനേറ്റ്സ് എടുക്കാം. ആ തന്നിരിക്കുന്ന 2 പോയിന്റ്സിന്റെ വൈ കോർഡിനേറ്റ്സ് ഒന്ന് 2ഉം ഒന്ന് 4ഉം ആണ്. ചെറുത് ഏതാണ്? 2 ആണ് ചെറുത്. അപ്പോൾ നമ്മൾ എന്ത് പേര് കൊടുക്കും? ബോട്ടം. അപ്പോൾ മറ്റെന്തായിരിക്കും? ടോപ്പ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് 6, 2. 6, 2ന്റെ പൊസിഷൻ എന്താണ്? റൈറ്റ് ബോട്ടം, വലത് കീഴ്. അടുത്ത പോയിന്റ് 5, 4. അതിന്റെ പേര് ലെഫ്റ്റ് ടോപ്പ്, ഇടത് മേലെ. ഇനി എന്ത് ചെയ്യുക? ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഇഷ്ടമുള്ള ഡിസ്റ്റൻസിലേക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കാം. ഓക്കെ. ഇനി നമുക്ക് ഈ 2 പോയിന്റ്സ് ആദ്യം മാർക്ക് ചെയ്യണം. ആദ്യത്തെ പോയിന്റ് റൈറ്റ് ബോട്ടം, വലതുവശത്ത് താഴെ എന്ന് പറയുമ്പോൾ ഇതാണ്. ഇത് ഇടതുവശം, ഇത് വലതുവശം. അവിടെ താഴെയുള്ള പോയിന്റ് എന്ന് പറയുമ്പോൾ ഇതാണ് 6, 2. ഓക്കെ. ഇനി ലെഫ്റ്റ് ടോപ്പ്, ലെഫ്റ്റ് സൈഡിൽ മുകളിൽ. ഓപ്പോസിറ്റ് വെർട്ടീസസ് ആണ് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ മറ്റേന്റെ പൊസിഷൻ എഴുതാൻ പറ്റും. ഇനി ബാക്കിയുള്ള 2 വെർട്ടീസസിന്റെയും കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ഈ പോയിന്റ് എഴുതാം, എക്സ് കോർഡിനേറ്റ് എഴുതണം. ഈ പോയിന്റ് ഉള്ള വൈ ആക്സിസിന് പാരലായിട്ടുള്ള ലൈൻ നോക്കണം. ഇതാണ്. അപ്പൊ അതിന്റെ എക്സ് കോർഡിനേറ്റ് 5. വൈ കോർഡിനേറ്റ് എഴുതാൻ എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള, ആ പോയിന്റ് ഉള്ള എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ലൈൻ, അപ്പൊ 2. ഇനി ഇവിടെ എക്സ് കോർഡിനേറ്റ് എഴുതാൻ വൈ ആക്സിസിന് പാരലായിട്ടുള്ള ലൈൻ 6. വൈ കോർഡിനേറ്റ് എഴുതാൻ എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ലൈൻ, അപ്പോൾ 4. അടുത്ത 2 പോയിന്റ്സ് -3, 5, -7, 1 നെഗറ്റീവ് നമ്പേഴ്സ് വന്നിട്ടുള്ളതാണ്. അപ്പൊ ആദ്യം നമ്മൾ എക്സ് കോർഡിനേറ്റ്സ് എടുക്കാം. -3ഉം രണ്ടാമത്തെ പോയിന്റിന്റെ -7. ഇതിലേതാണ് ചെറുത്? -3 ആണോ -7 ആണോ ചെറുത്? -7 ആണ് ചെറുത്. അപ്പോൾ എന്ത് പേര് കൊടുക്കണം? ലെഫ്റ്റ്. അപ്പോൾ ഇതിന്റെ പേര് റൈറ്റ് എന്നാണ്. ഓക്കെ. ഇനി വൈ കോർഡിനേറ്റ്സ് എടുക്കാം. 1, 5ഉം രണ്ടാമത്തതിന്റെ 1ഉമാണ്. ഏതാ ചെറുത്? 1 ആണ് ചെറുത്. അപ്പോൾ വൈ കോർഡിനേറ്റ് എടുക്കുമ്പോൾ പേരെങ്ങനെയാവും? ബോട്ടം ടോപ്പ് ആവും. ചെറുതിന് ബോട്ടം, വലുതിന് ടോപ്പ്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് -3, 5. അതിന്റെ പേരെങ്ങനെ എഴുതാം? റൈറ്റ് ടോപ്പ്. രണ്ടാമത്തെ പോയിന്റ് -7, 1ന്റെ പേരെങ്ങനെയാവും? ലെഫ്റ്റ് ബോട്ടം. ഇനി ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. തന്നിരിക്കുന്ന 2 പോയിന്റ്സിനെ നമുക്ക് ആദ്യം മാർക്ക് ചെയ്യാം. ഒന്ന് -3, 5 റൈറ്റ് ടോപ്പാണ്, വലതുവശത്ത് മുകളിൽ. സോ ഇതാണ് -3, 5. അടുത്ത -7, 1 ലെഫ്റ്റ് സൈഡിൽ ബോട്ടം. ഇതാണ് ലെഫ്റ്റ് സൈഡ്, താഴെ ഇത് -7, 1.
ഇനി ബാക്കിയുള്ള രണ്ടെണ്ണം എഴുതാം. നമുക്ക് ആദ്യം ഈ പോയിന്റിന്റെ എഴുതാം. സോ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? നേരെ താഴേക്ക് നോക്കിയത്. എക്സ് കോർഡിനേറ്റ് എഴുതുമ്പോൾ ഒന്നുകിൽ മുകളിലേക്ക് നോക്കുക അല്ലെങ്കിൽ താഴേക്ക് നോക്കുക. വൈ കോർഡിനേറ്റ് എഴുതുമ്പോൾ ഒന്നുകിൽ വലതുവശത്തേക്ക് നോക്കുക അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് നോക്കുക. ഇത് നേരെ താഴേക്ക് നോക്കാം. ഇപ്പൊ ഏതാ ഉള്ളത്? -7. വൈ കോർഡിനേറ്റ് എഴുതുമ്പോൾ നമുക്ക് വലതുവശത്തേക്ക് നോക്കാം. 5. ഇവിടെ എക്സ് കോർഡിനേറ്റ് എഴുതുമ്പോൾ ഒന്നുകിൽ താഴേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് നോക്കണ്ടേ. അപ്പൊ മുകളിലേക്ക് നോക്കിയിട്ടാണ് നമുക്ക് കിട്ടുള്ളൂ. -2. വൈ കോർഡിനേറ്റ് എഴുതാൻ ഇടതുവശത്തേക്ക് നോക്കാം. 1. അടുത്ത രണ്ട് പോയിന്റ്സ് -1, -2, -5, -4. അപ്പോൾ നമുക്ക് എക്സ് കോർഡിനേറ്റ്സ് നോക്കുക. ഈ രണ്ട് പോയിന്റ്സിന്റെയും എക്സ് കോർഡിനേറ്റ്സുകൾ എടുക്കുക. ആദ്യത്തെ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് -1, രണ്ടാമത്തെ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് -5. ഈ രണ്ടെണ്ണത്തിലും ഏറ്റവും ചെറുത് ഏതാണ്? -1 ആണോ -5 ആണോ ചെറുത്? -5 ആണ് ചെറുത്. ഓക്കെ, സോ അതിന് നമുക്ക് ലെഫ്റ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ മറ്റതിന്റെ പേരെന്തായിരിക്കും? റൈറ്റ്. എക്സ് കോർഡിനേറ്റിന്റെ കിട്ടി. ഇനി വൈ കോർഡിനേറ്റ്സ് എടുക്കാം. -2, -4. ചെറുത് ഏതാണ്? -4 ആണ് ചെറുത്. സോ അവിടെ നമ്മൾ ബോട്ടം കൊടുക്കണം. അപ്പോൾ മറ്റടുത്ത് ടോപ്പ്. സോ -1, -2 എന്ന് പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് റൈറ്റ് ടോപ്പ്. -5, -4 എന്ന് പറഞ്ഞ സെക്കൻഡ് പോയിന്റ് ലെഫ്റ്റ് ബോട്ടം. പ്രത്യേകം ഓർത്ത് വയ്ക്കുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സാധാരണയായിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. ഇനി നമുക്കൊരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. തന്നിരിക്കുന്ന രണ്ട് പോയിന്റ്സ് നമുക്ക് ആദ്യം മാർക്ക് ചെയ്യാം. -1, -2 റൈറ്റ് ടോപ്പ് ആണ്. റൈറ്റ് സൈഡിൽ മുകളിൽ. ഇതാണ് -1, -2. അടുത്ത് -5, -4 ലെഫ്റ്റ് ബോട്ടം. ലെഫ്റ്റ് സൈഡിൽ താഴെ. -5, -4. ഇനി നമുക്ക് മറ്റ് രണ്ട് വേർട്ടീസസും എഴുതാം. സോ ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എഴുതാൻ താഴേക്കോ മുകളിലേക്കോ നോക്കാം. അപ്പൊ ഇവിടെ താഴേക്ക് നോക്കാം. -5. വൈ കോർഡിനേറ്റ്സ് എഴുതാൻ വലതുവശത്തേക്കോ ഇടതുവശത്തേക്കോ നോക്കാം. അപ്പൊ ഇവിടെ വലതുവശത്തേക്കാണ് നോക്കേണ്ടത്. -2. വാട്ട് അബൌട്ട് ദ കോർഡിനേറ്റ്സ് ഓഫ് ദിസ് പോയിന്റ്? എക്സ് കോർഡിനേറ്റ് എഴുതാൻ മുകളിലേക്കോ താഴേക്കോ നോക്കുക. അപ്പോൾ മുകളിലേക്ക് നോക്കുക. -1. വൈ കോർഡിനേറ്റ് നോക്കുകയാണ് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുക. അപ്പോൾ -4. സോ ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് റെക്റ്റാങ്കിൾ എന്നുള്ള പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് SSLCക്ക് വന്ന ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഒരു SSLC ക്വസ്റ്റ്യൻ 2 മാർക്സ്. ഫിഗർ ശ്രദ്ധിക്കുക. സൈഡ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ABCD are parallel to the axis A -3 -2 and C3 4 are two vertices. Find the coordinates of B and D. First question. And second is write the coordinates of any 2 points where the sides cuts the axis. ചതുർഭുജം ABCDയുടെ വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമാണ്. രണ്ട് മൂലകൾ A -3 -2 C 3 4 ആണ്. B, D എന്നീ ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ കണ്ടെത്തുക. അക്ഷങ്ങളെ മുറിക്കുന്ന വശങ്ങളിൽ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ എഴുതുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ എളുപ്പമാണ്. ബിന്റെയും ഡിന്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, സോ നമുക്ക് ആദ്യം ബിയുടെ കാണാം. ബിയുടെ എക്സ് കോർഡിനേറ്റ് എഴുതുകയാണെങ്കിൽ മുകളിലേക്കോ താഴേക്കോ നോക്കുക. സോ ഇവിടെ നമ്മൾ മുകളിലേക്കാണ് നോക്കുക. ഏതാ വരിക? 3. വൈ കോർഡിനേറ്റ് എഴുതണമെങ്കിൽ ഇടത്തേക്കോ വലത്തേക്കോ നോക്കുക. സോ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാൽ നമുക്ക് വൈ കോർഡിനേറ്റ് -2 കാണാം. സോ ബിന്റെ കോർഡിനേറ്റ്സ് കിട്ടി 3, -2. ഇനി ഡിന്റെ കോർഡിനേറ്റ്സ് എഴുതാം. എക്സ് കോർഡിനേറ്റ് എഴുതാൻ മുകളിലേക്കോ താഴേക്കോ നോക്കുക. സോ ഇവിടെ നമ്മൾ താഴേക്ക് നോക്കുന്നു. സോ എക്സ് കോർഡിനേറ്റ് -3 ആണ്. വൈ കോർഡിനേറ്റ് കിട്ടാൻ വലതുവശത്തേക്കോ ഇടതുവശത്തേക്കോ നോക്കാം. അപ്പൊ ഇവിടേക്ക് നമുക്ക് വലതുവശത്തേക്കാണ് നോക്കേണ്ടത്. സോ വൈ കോർഡിനേറ്റ് 4 ആണ്. സോ ഡിന്റെ കോർഡിനേറ്റ്സ് -3, 4. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അവിടെ നമുക്ക് കാണേണ്ടത് we need to find the coordinates of any 2 points where the sides cuts the axis. അക്ഷങ്ങളെ മുറിക്കുന്ന വശങ്ങളിൽ
ഏതെങ്കിലും രണ്ട് ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ എഴുതുക. അപ്പൊ നിങ്ങൾക്ക് കാണാം ഈ ഒരു ലൈൻ CB എന്ന ലൈൻ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്നു. ഈ പോയിന്റിലാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, AB എന്ന ലൈൻ Y ആക്സിസിനെ ഈ പോയിന്റിൽ കട്ട് ചെയ്യുന്നു. AD എന്ന ലൈൻ എക്സ് ആക്സിസിനെ ഈ പോയിന്റിൽ കട്ട് ചെയ്യുന്നു. CD എന്ന ലൈൻ Y ആക്സിസിനെ ഈ പോയിന്റിൽ കട്ട് ചെയ്യുന്നു. സോ ഈ ക്വാഡ്രിലാറ്ററൽ, ഈ ചതുർഭുജം ABCD എക്സ് ആക്സിസിനെ 2 പോയിന്റ്സിലും Y ആക്സിസിനെ 2 പോയിന്റ്സിലും കട്ട് ചെയ്യും. സോ നമുക്ക് പൊതുവെ ആക്സിസിനെ ഈ ഒരു ക്വാഡ്രിലാറ്ററൽ കട്ട് ചെയ്യുന്നത് 4 പോയിന്റ്സിലാണ്. അതിൽ ഏതെങ്കിലും 2 പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 കോർഡിനേറ്റ്സ് എഴുതാം. ഇതാണ് എഴുതുന്നതെങ്കിൽ വാട്ട് അബൌട്ട് ദ കോർഡിനേറ്റ്സ് ഓഫ് ദാറ്റ് പോയിന്റ്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പോയിന്റ് ഏത് ആക്സിസിലാണുള്ളത്? എക്സ് ആക്സിസിലാണ്. സോ അതിന്റെ Y കോർഡിനേറ്റ് 0 ആണ്. ഇനി എക്സ് കോർഡിനേറ്റ് എഴുതണമെങ്കിൽ മുകളിലേക്കോ താഴേക്കോ നോക്കാം. മുകളിൽ നോക്കിയാലും താഴെ നോക്കിയാലും നിങ്ങൾക്ക് എന്താ കാണുന്നത്? 3 ആണ്. സോ 3 0. ഒരു കോർഡിനേറ്റ് നമുക്ക് കിട്ടും 3 0 എന്ന്. രണ്ടാമത് നമുക്ക് Y ആക്സിസിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് എഴുതാം. ഈ പോയിന്റ് എഴുതാം. ഓക്കെ, ഇത് Y ആക്സിസിലെ പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ എക്സ് കോർഡിനേറ്റ് 0 ആണ്. Y കോർഡിനേറ്റ് എഴുതാൻ നമ്മൾ റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കോ ആണ് നോക്കുക. സോ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നോക്കിയാൽ നമ്മൾ കാണുന്ന എന്താണ്? 4 ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? 0 4. മറ്റ് 2 പോയിന്റ്സും കൂടെ നമുക്കൊന്ന് കണ്ടെത്തി നോക്കാം. വാട്ട് അബൌട്ട് ദ കോർഡിനേറ്റ്സ് ഓഫ് ദിസ് പോയിന്റ്? ദിസ് പോയിന്റ് ഈസ് ഓൺ x axis, so its y coordinate is 0, x coordinate is -3. so ഇതിന്റെ കോർഡിനേറ്റ്സ് -3 0 എന്ന് വരും. what about the coordinates of this point? ഈ പോയിന്റ് y ആക്സിസിലാണ്. സോ x കോർഡിനേറ്റ് 0 ആണ്. y കോർഡിനേറ്റ് കാണാൻ റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കോ നോക്കാം. അപ്പൊ -2 ആണ്. സോ 0 -2 എന്ന് എഴുതും. ഈ 4 പോയിന്റ്സിൽ ഏതെങ്കിലും 2 എഴുതിയാൽ മതി. നമ്മളിപ്പോ 2 പോയിന്റ്സ് എഴുതി കഴിഞ്ഞു. 3 0 0 4. SSLC 2018 2 marks question. ചിത്രം ശ്രദ്ധിക്കുക. In the figure, OABC is a rectangle and its breadth is 3 units ആണ്. Write the coordinates of the vertices B and C. ബിന്റെയും സിന്റെയും കോർഡിനേറ്റ്സ് എഴുതണം. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ബിന്റെ കോർഡിനേറ്റ്സിന് 1 മാർക്ക് കിട്ടും. സിന്റെ കോർഡിനേറ്റ്സ് കറക്റ്റ് ആയിട്ട് എഴുതിയാൽ മറ്റേ 1 മാർക്ക് കൂടെ കിട്ടി. ടോട്ടൽ 2 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യും. ചിത്രത്തിൽ OABC ഒരു ദീർഘചതുരമാണ്. ചതുരത്തിന്റെ വീതി 3 ആണ്. B, C എന്നീ ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ എഴുതുക. സോ നമുക്ക് ബിന്റെ കോർഡിനേറ്റ്സ് എഴുതാം. BA എന്ന് പറയുന്നത് Y ആക്സിസിന് പാരലൽ ആണ്. ആണല്ലോ. അങ്ങനെ ആയതുകൊണ്ട് അതിന്റെ എക്സ് കോർഡിനേറ്റ് എഴുതാൻ നേരെ താഴേക്കോ മുകളിലേക്കോ നോക്കാം. സോ ഇവിടെ നമ്മൾ താഴേക്കാണ് നോക്കുക. 6 ആണ്. ഇനി നോക്കാം, ഈ ഒരു വെർട്ടിക്കൽ ലൈൻ, ഈ വെർട്ടിക്കൽ ലൈനിന്റെ കുത്തനെയുള്ള ലൈനിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 3 എന്ന്. സോ കുത്തനെയുള്ള ലൈൻ എപ്പോഴും നമ്മൾ Y ആക്സിസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. എന്ന് പറഞ്ഞാൽ Y കോർഡിനേറ്റ്സ് താഴെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ കൂട്ടണം, താഴെ നിന്ന് താഴേക്കാണ് പോകുന്നതെങ്കിൽ കുറയ്ക്കണം. ഓക്കെ, സോ ഇവിടെ നോക്കുക, Y കോർഡിനേറ്റ് 0 ആണ് ഇവിടെ. അത് 3 യൂണിറ്റ് മുകളിലേക്ക് കയറും. അപ്പോൾ ഇവിടെ എന്ത് വരും? 3 എന്ന് വരും. 0 + 3 3 എന്ന് വരും. ഓക്കെ, ഇനി സിന്റെ എഴുതാം. സി ഈസ് ഓൺ Y ആക്സിസ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ എക്സ് കോർഡിനേറ്റ് 0 ആണ്. വാട്ട് അബൌട്ട് ദ Y കോർഡിനേറ്റ്? Y കോർഡിനേറ്റ് കാണണമെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കോ നോക്കണം. സോ ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ 3 കിട്ടും. സോ കോർഡിനേറ്റ്സ് എന്താ വരിക? 0 3. സോ നമുക്ക് ആൻസർ എഴുതാം. ബിന്റെ കോർഡിനേറ്റ്സ് 6 3, സിന്റെ കോർഡിനേറ്റ്സ് 0 3. 2020 SSLC question 3 marks. In the figure, ABCD is a square. ABCD ഒരു സ്ക്വയർ ആണ്. 4 സൈഡ്സും ഈക്വൽ ആണ്. Its diagonal are parallel to the coordinate axis. ഇതിന്റെ ഡയഗണൽസ് ആണ് കോർഡിനേറ്റ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ളത്. AC is parallel to X axis, BD is parallel to Y axis. ACയുടെ ലെങ്ത് തന്നിട്ടുണ്ട്. AC is equal to 6. And the coordinates of A is 3, 2. Write the coordinates of C, B and D. ചിത്രത്തിൽ ABCD ഒരു സമചതുരമാണ്. അതിന്റെ വികർണങ്ങൾ സൂചകാക്ഷങ്ങൾക്ക് സമാന്തരമാണ്. AC 6ഉം ACയുടെ ലെങ്ത് 6.
എയുടെ സൂചക സംഖ്യകൾ 3, 2 ആണെങ്കിൽ സി, ബി, ഡി എന്നീ ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ എഴുതുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഡയഗണൽസ് ഓഫ് എ സ്ക്വയർ ആണ്. എ സി ബി ഡിയും ഈ ഒരു സ്ക്വയറിന്റെ ഡയഗണൽസ് ആണ്, വികർണങ്ങളാണ്. നമുക്കറിയാം സ്ക്വയറിന്റെ വികർണങ്ങളുടെ നീളം സെയിം ആണ്. എ സിയുടെ ലെങ്ത് 6 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബി ഡിയുടെ ലെങ്ത്തും എന്ത് തന്നെയാണ്? 6 തന്നെ ആണ്. അപ്പൊ നമുക്ക് എഴുതാം, സിൻസ് ദ ഡയഗണൽസ് ഓഫ് എ സ്ക്വയർ are of equal length, AC is equal to 6 implies BD is equal to 6. പിന്നെ ACയും BDയും കോർഡിനേറ്റ് ആക്സിസിന് പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ AC എന്നുള്ളത് എക്സ് ആക്സിസിന് പാരലൽ ആണ്. ഓക്കെ, സോ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻസിലെ പോയിന്റ്സിന്റെ ഒക്കെ y കോർഡിനേറ്റ്സ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ സിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് എഴുതാം. സിന്റെ y കോർഡിനേറ്റ് എന്ത് തന്നെയായിരിക്കും? 2 തന്നെ ആയിരിക്കും. ഇനി നമുക്ക് എക്സ് കോർഡിനേറ്റ് എഴുതണം. ഇവിടെ നിന്ന് സിയിലേക്കുള്ള ലെങ്ത് 6 ആണ്. അപ്പോൾ 3ൽ നിന്ന് 6 കൂട്ടിയാലാണ് ഇവിടെ എത്തുക. സോ 3നോട് 6 കൂട്ടിയാൽ 9 കിട്ടും. ഹൊറിസോണ്ടൽ ലൈനിന്റെ ലെങ്ത് തന്നാൽ ആദ്യത്തെ എക്സ് കോർഡിനേറ്റിനോട് കൂടി ആ ലെങ്ത് കൂട്ടിയിട്ടാണ് രണ്ടാമത്തെ എക്സ് കോർഡിനേറ്റ് എഴുതേണ്ടത്. സോ നമുക്കിവിടെ 9, 2 എന്ന സിന്റെ കോർഡിനേറ്റ്സ് കിട്ടും. ഓക്കെ, ഇനി ബി ഡി നോക്ക്. ഡിയോ ബിയോ മാർക്ക് ചെയ്യണമെങ്കിൽ ഈ ഡി ബി ജോയിൻ ചെയ്യുന്ന ലൈനിലെ ഒരു പോയിന്റ് ആണ് ഈ നടുവിലത്തെ പോയിന്റ്. ഓക്കെ, ഈ നടുവിലത്തെ പോയിന്റിന്റെ എ സിയുടെ ലെങ്ത് ആണ് 6. സോ എയിൽ നിന്ന് നടുവിലത്തേക്കുള്ള പോയിന്റിലേക്കുള്ള ദൂരം 3യും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം 3യും ആയിരിക്കും. അതായത് ഈ നടുവിലത്തെ പോയിന്റ് എ സിയുടെ മിഡ് പോയിന്റ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതായത് എ മുതൽ സി വരെ 6 യൂണിറ്റ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ എ മുതൽ നടുവിലത്തെ പോയിന്റിന് നമുക്ക് ഒറിജിൻ ആണെന്ന് പറയാൻ പറ്റില്ല, ഒറിജിൻ ആണെന്ന് തന്നിട്ടില്ല. അതുകൊണ്ട് O എന്ന് എഴുതണ്ട, വേറെ എന്തെങ്കിലും ഒരു നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ലെറ്റർ കൊടുക്കാം. ഇ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എയുടെ ലെങ്ത് 3 യൂണിറ്റ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഇതിനെ തൽക്കാലം മാറ്റാണ്. 6 എന്ന് എഴുതിയതിനെ ഈ പോയിന്റും എ സി എന്ന ലൈനിലെ പോയിന്റ്, എ സി എക്സ് ആക്സിസിന് പാരലൽ ആണ്. സോ അതിന്റെ y കോർഡിനേറ്റ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും, 2 തന്നെ ആയിരിക്കും. എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? ഇവിടെ നിന്ന് 3 ആണ് കൂട്ടേണ്ടത്. ഇത് 3, ഇത് 3. അങ്ങനെയാണ് ടോട്ടൽ 6 വന്നത്. ഓക്കെ, സോ 3നോട് കൂടി ഈ ഡിസ്റ്റൻസ്, ഈ ഹൊറിസോണ്ടൽ ലൈനിന്റെ ഡിസ്റ്റൻസ് 3 കൂട്ടിയാൽ ഇവിടെ 6 എന്ന് കിട്ടും. സോ നടുവിലത്തെ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ 6, 2 ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡിയും ബിയും എഴുതുക. ഓക്കെ, ബി ഡിയുടെ ലെങ്ത്തും എന്ത് തന്നെയാണ്? 6 തന്നെയാണ്. ബിക്കോസ് ബി ഡിയും എ സിയും ഒരു സ്ക്വയറിന്റെ ഡയഗണൽസ് ആണ്. അതിന്റെ ഡയഗണൽസിന്റെ ലെങ്ത് സെയിം ആണ്. അപ്പൊ നമുക്ക് ഡി നോക്കാം. ഡിയും ബിയും പാരലൽ ടു വൈ ആക്സിസ് ആണ്. സോ അതിന്റെ എക്സ് കോർഡിനേറ്റ്സ് സെയിം ആണ്. അപ്പൊ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് ഇതേ ലൈനിലെ പോയിന്റ് തന്നെയാണ് ഇയും. ഇന്റെ എക്സ് കോർഡിനേറ്റ് 6 ആണെങ്കിൽ ഇതിന്റെ എക്സ് കോർഡിനേറ്റും 6 തന്നെയാണ്. ബിന്റെ എക്സ് കോർഡിനേറ്റും 6 തന്നെയാണ്. ഇനി y കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? മുകളിലേക്കാണെങ്കിൽ ഇത്രയും ലെങ്ത്തും 3, താഴേക്കുള്ള ലെങ്ത്തും 3, അങ്ങനെയാണ് ടോട്ടൽ 6 കിട്ടിയത്. മുകളിലത്തെ പോയിന്റ് ചെയ്യണമെങ്കിൽ 2നോട് കൂടി 3 കൂട്ടണം. സോ എത്ര വരും? 5 എന്ന് വരും. താഴത്തെ പോയിന്റ് കിട്ടണമെങ്കിൽ 2ൽ നിന്ന് 3 കുറയ്ക്കണം. അപ്പൊ 2ൽ നിന്ന് 3 കുറച്ചാൽ -1 വരും. മനസ്സിലായല്ലോ? സോ ബിയുടെയും സിയുടെയും ഡിയുടെയും കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടി. സിയുടെ കോർഡിനേറ്റ്സ് 9, 2, ഡിയുടെ കോർഡിനേറ്റ്സ് 6, -1, ഡിയുടെ കോർഡിനേറ്റ്സ് 6, 5.